മൂഞ്ഞ ഇലചുരുട്ടിപ്പുഴു ഇവ രണ്ടുമാണ് തെങ്ങിന്റെ ക്രൂര ശത്രുക്കൾ. അത് നെല്ലിന്റെ അല്ലേ സാറേ? അല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തെങ്ങിന്റെയും ശത്രുവാകും. ആണോ? അതെ. സണ്ണി ചെല്ല്, ചെല്ലടോ. പറഞ്ഞോ. ചേട്ടൻ ഒരു മൊബൈൽ വാങ്ങിച്ചൂടെ? അതാവുമ്പോ എനിക്ക് എപ്പോ വേണേലും വിളിക്കാലോ. മൊബൈലൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് ശാലിനി. അതിന് ഈ മൊബൈൽ തിന്നാനൊന്നും അല്ലല്ലോ സോമചേട്ടാ, വിളിക്കാനല്ലേ. നോക്ക് ശാലിനി, ഈ മൊബൈലൊക്കെ എൻ്റെ ആദർശത്തിനെതിരാണ്. ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് ഒരു കത്ത് എഴുതാം. സോമചേട്ടൻ അവിടെ സാ മട്ടിലിരുന്ന് എഴുതിക്കോ. ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. ആണോ? എന്നിട്ടമ്മ ആനന്ദ തുന്തിലായോ? തുന്തില കേട്ടപ്പോ അമ്മ ഒരൊറ്റ ആട്ടായിരുന്നു. അതെന്താ? ഒരു ദുശീലങ്ങളും ഇല്ലാത്ത പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജൈവ ഭക്ഷണം കഴിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ഞാൻ? ആ, അത് തന്നെ നാട്ടുകാരും പറയുന്നേ. ചേട്ടന് ചെറിയ വട്ടുണ്ടെന്ന്. വട്ടോ? ആര് പറഞ്ഞു? ആരാ പറയാത്തത്? പക്ഷെ എനിക്കാ വട്ടനെ ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നമെന്നോ? ആ, നമ്മുടെ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് അമ്മ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയതാ. എന്നിട്ടിപ്പോ അമ്മ പറയുക അമ്മാവന്റെ പരിചയത്തിൽ ആരോ എന്നെ പെണ്ണ് കാണാൻ അടുത്ത് തന്നെ വരുന്നുണ്ടെന്ന്. അതിനെന്താ വന്ന് കണ്ടിട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ വന്ന് കണ്ടിട്ട് പോണ്ട. എന്നെ കാണാൻ വരുന്ന ഒരേ ഒരാള് സോമചേട്ടനായിരിക്കണം. അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കണം. എന്റെ ദൈവമേ, എന്റെ മഞ്ഞൾ. എടാ, നീ കല്യാണം കഴിച്ചില്ലേ നിന്റെ ഒരാളുടെ ജീവിതമേ പാഴാകത്തുള്ളൂ. വെറുതെ എന്തിനാടാ ആ കൊച്ചിന്റെ ജീവിതം കൂടെ പാഴാക്കുന്നേ? ഓരോ അമ്മമാർ ഈ പ്രായത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രോത്സാഹനം തരാത്തൊരമ്മ. എടാ, നിന്നെ കിട്ടണമെങ്കിൽ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. ശ്രീധരല്ലേ ചേച്ചി? പുരുഷധനം എന്നതാ അമ്മയും മോനും കൂടി. സജി, അവന് കല്യാണം കഴിക്കണോന്ന്. കഴിക്കട്ടെ ചേച്ചി, അതിനെന്താ? ഏതാ പെണ്ണ്? ശാലിനി. പെണ്ണെങ്ങനെയുണ്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ദേ കിടക്കുന്നു. അല്ല, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് ശാലിനി. അതിനാര് കണ്ട്? അല്ല, എനിക്ക് സംസാരത്തിൽ അങ്ങനെ തോന്നി. സോമ, ഈ പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഓട്ടോ പിടിച്ച് പോണ പോലെയാണ്. എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷെ കല്യാണം അങ്ങനെയല്ല, വിമാനയാത്രയാണ്. ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മരണക്കളിയാ, സൂക്ഷിച്ചു വേണം. വരുന്ന പെണ്ണിന്റെ വിധി ഞാൻ രക്ഷപ്പെട്ടു. കേട്ടല്ല? ഇവിടാണോ? ഏതാണ്ട് ഇവിടെയാണെന്നാ പറഞ്ഞത്. ദേവരാജ്. ഈ വീടാ? എടാ, ഇത് നമ്മൾ വാർക്കപ്പണിക്ക് വന്ന ദേവൻസ് കാറ്ററിംഗിന്റെ വീടല്ലേ? അതെ. കേറിയോ? വേഗം ആട്ടെ, അവരിപ്പോ ഇങ്ങെത്തും. ആ, ശരി ചേച്ചി. നന്നായിട്ട് പൊരിയണേ. ആ, വറുത്തതിൻ്റെയും പൊരിച്ചതിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. ഭക്ഷണക്കൊക്കെയിലോട്ടാണോ നമ്മൾ കാലെടുത്ത് വെക്കുന്നത്? പോയാലോ? പോവാൻ വാ. ഇവിടെ കൊള്ളാലോ. ചന്ദന വെള്ളരി വല്ലരി മേലെ ചന്ദ്രിക പോലൊരു പെൺകുയിലാൾ സുന്ദരി നിന്നിലലിഞ്ഞു വിളങ്ങാൻ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ. കണ്ട വാർക്കപ്പണിക്കാർക്കൊന്നും എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്നാ പോയാലോ? അമ്മ, ഇനിയിപ്പോൾ നിങ്ങൾ അവളെ നിർബന്ധിച്ച് പേരെ കെട്ടിച്ചാലും ഞാൻ അവിടെ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും.
ഒന്ന് കെട്ടിയെന്ന് വിചാരിച്ച് എനിക്ക് അവളോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. ആഹാ, അങ്ങനെ നീ വിളിച്ച ഉടനെ ഇറങ്ങി വരാതിരിക്കുവാണോ അവള്? ഞാൻ വിളിച്ച ശാലിനി വരും. നീ പോടി. ഞാൻ പോവും. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ ഇതേണ്ടേ, ദുബായില് ജോലിയുള്ള നല്ല അമ്പൂറ്റി ചെറുക്കന്റെ കല്യാണാലോചന എന്റെ കൊച്ചാട്ടം കൊണ്ടുവരുന്നേ. അവരിപ്പൊ ഇങ്ങ എത്തും. വന്നാലാ ചെറുക്കന് ഞാൻ എലിവശം കലക്കി കൊടുക്കും. നിങ്ങൾ ഈ യന്ത്രവള് പറയുന്നതല്ല കേൾക്കുന്നുണ്ടോ? നീ എങ്ങാണ്ട് ആ ദരിദ്രവാസിയോട് ഇറങ്ങി പോലുണ്ടല്ലോ, ഞാൻ കെട്ടി തൂക്കി ചത്തുകളയും. അമ്മ ചത്താലും ഞാൻ സോമചേട്ടനെ തന്നെ കെട്ടത്തുള്ളൂ. നീ ഉറപ്പിച്ചോ? 3.5 തരം. ആ അളിയാ, അടിയന്തരമായിട്ടൊരു കാര്യം ചെയ്യണം. ആ ഗൾഫുകാരൻ ചെറുക്കനോട് വരണ്ടാന്ന് പറഞ്ഞേക്ക്. ആ വരണ്ടാന്ന്. രണ്ടും കൂടെ എന്തോന്ന് വെച്ച് ചെയ്യാം. മാറുന്നു. പയ്യന് വല്ല ഡിമാൻഡും ഉണ്ടോ അളിയാ? വലിയ അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. പക്ഷേ നിശ്ചയം നടത്താൻ ഒട്ടും താല്പര്യമില്ലെന്നാ. എന്നാ കല്യാണം നടത്താൻ നമുക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയളിയാ. കൊച്ചാട്ടൻ പറഞ്ഞ എന്റെ ശരി. ആ ഒലക്ക, രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുവോ? ഇനി അതും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. എനിക്ക് എൻ്റെ മോളുടെ ഇഷ്ടമാ വലുത്. ആ എന്നാ പിന്നെ ചിങ്ങത്തിലൊരു ഞായറാഴ്ച പിടിക്കാം. അല്ലളിയാ, കർക്കിടക 1-ാം തീയതി കല്യാണം നടത്താൻ അവരുടെ തീരുമാനം. കർക്കടോ? അത് നടക്കുന്ന കാര്യമാണോ കൊച്ചാട്ടാ? ആ എന്നാ നടന്നാലും ചെറുക്കന് വലിയില്ല, കുടിയില്ല, വേറെ ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ ആ പാടുള്ള ഒരു ദുശീലം കുടിക്കുന്ന നമ്മളെപ്പോലുള്ളവരൊന്ന് ഉപദേശിക്കും. അപ്പോ നമ്മളൊക്കെ അവന്റെ ഉപദേശം കേൾക്കേണ്ടി ഒരു വളിയാ. ഉറപ്പായിട്ടും. ആ എന്നാ പിന്നെ കർക്കിടകത്തിലോ കന്നിയിലോ എപ്പോ വേണമെങ്കിലും നടത്താം. അതെ, അവന്റെ കൂട്ടുമൊത്തം കണ്ട കൽപ്പണിക്കാര് വാർക്കപ്പണിക്കാരുവാ. പിന്നെ സർക്കാർ ജോലി ഉള്ളതുകൊണ്ട് മാത്രമാ സമ്മതിച്ച്. ഏയ് അവൻ മിടുക്കനാന്നേ, അല്ലേ മോളെ? ഈ കർക്കിടകം 1 ഞായറാഴ്ചയാണോ മോളെ? അല്ല അമ്മായി, വെള്ളിയാഴ്ചയാ. ഈ കർക്കിടകം 1-ാം തീയതി തന്നെ നടത്തണമെന്നുണ്ടോ? 3-ാം തീയതി പോരെ? ചോദിച്ചു നോക്കാം. പക്ഷെ പ്രതീക്ഷ ഒന്നും വേണ്ടടിയാ. ഓ ഇനി ബന്ധുക്കളോടൊക്കെ ഞാൻ എന്നാ പറയാനാ? ആ എന്നേലും പറയാം അല്ലേ? ആ